ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്തിക്സ് ആണ്. എത്തിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും വാങ്ങിച്ചോ? ശ്രദ്ധിക്കുക. Managers today use business ethics to guide them while dealing with other business organizations, their own employees, their suppliers, customers of the product and service and the common public in general. അതായത് മാനേജേഴ്സ്, അതായത് ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ആരാണെങ്കിലും, അവരുടെ മാനേജേഴ്സ് ആണെങ്കിലും ബിസിനസിന്റെ ഓണേഴ്സ് ആണെങ്കിലും ആരുമായിട്ടൊക്കെ നല്ല ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതുപോലെയുള്ള ബിസിനസ് നടത്തുന്ന മറ്റ് ആൾക്കാരായിട്ട്, ആ സ്ഥാപനത്തിലെ എംപ്ലോയീസുമായിട്ട്, അവരുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമായിട്ട്, അവരുടെ കൺസ്യൂമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള സർവീസ്, പ്രത്യേകിച്ചും കോമൺ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ആരുടെ ഭാഗത്തുനിന്നുണ്ടാവണം? ബിസിനസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അല്ലെ? അടുത്തത് ജനറൽ Business ethics has its roots in Indian Puranas and religious concepts which declare what is right and what is wrong. പുരാണങ്ങളിലെ മതപരമായ പല ബുക്കുകളും നമ്മൾ വായിക്കാറുണ്ട്, ഓരോ മതവിശ്വാസികൾ അല്ലെ. അപ്പൊ അവിടുന്ന് തൊട്ടിട്ട് തന്നെ ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിലെ എത്തിക്സ്, നീതി, ന്യായം എന്നിവ പുലർത്തേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിച്ച് ഡിക്ലെയർ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. Next, the concept of business ethics is based on tradition, especially in our value system. It has been in practice right from the days of human civilization. മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ട്, പരമ്പരാഗതമായിട്ട് തന്നെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. Business ethical principles are applicable all over the world and at all time. Where there is business, there is ethics. എവിടെ ബിസിനസ് ഉണ്ടോ അവിടെ എത്തിക്സ് ഉണ്ട്. ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾ വളരെ കാലമായിട്ട് തന്നെ നിലനിൽക്കുക. കാരണം ഇങ്ങനെ ഒരു എത്തിക്സ് ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിലകൊള്ളാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ തരികിടകളൊക്കെ എല്ലാവരും ചെയ്യില്ല. അപ്പൊ നമ്മൾ എത്ര നുണ പറയും, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ നുണകളൊക്കെ നമ്മൾ എല്ലാവരും പറയും. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ചതിയിൽപ്പെടുത്താനോ ആവരുത്. അപ്പൊ അതുപോലെ തന്നെ ബിസിനസ്സിനും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തരികിടകളൊക്കെ അവർ ചെയ്യും എന്നല്ലാതെ ആരും ഒന്നിനെയും നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ആകരുത്. ബിസിനസ് എത്തിക്സ് is both art and science. ബിസിനസ് എത്തിക്സ് ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. ആർട്ടും സയൻസ് എന്താണെന്ന് അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കൊമേഴ്സുകാർ അല്ലെ. മാനേജ്മെന്റ് ഈസ് എ സയൻസ്, ആർട്ട്, പ്രൊഫഷൻ, അതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ഒരു ആർട്ടാണ്, സയൻസ് ആണ്. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ജനങ്ങളുടെ കുറിച്ചിട്ടുള്ള അവരുടെ സയൻസ്, അവരുടെ ആ ഒരു ബിഹേവിയർ ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് റെപ്രസെന്റ് ദ ബിഹേവിയർ, മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ബിസിനസ്. As the principles of business ethics are tried and tested on the basis of observation and experimentation, it can be called a branch of science. നമ്മൾ സയൻസിന്റെ പോലെ, സയൻസ് പഠിക്കുന്നത് പോലെ ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റ്സും, അതായത് ഒരാളുടെ സ്വഭാവം നമ്മൾ പഠിക്കുക, അയാളെ മനസ്സിലാക്കി ആ വരുന്ന കസ്റ്റമറുടെ സ്വഭാവം മനസ്സിലാക്കി പ്രൊഡക്റ്റ് കൊടുക്കാനും അയാളുടെ ടേസ്റ്റും പ്രിഫറൻസും മനസ്സിലാക്കി പെരുമാറാനും സാധിക്കുകയാണ് ആ ഷോപ്പ് കീപ്പറുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് അല്ലെ. As mentioned earlier, business ethics is as old as human civilization. It dates back to human history. മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനുണ്ടായിരുന്ന കാലം മുതൽക്ക് തന്നെ ഈ എത്തിക്സിന് അത്രയും പ്രായമുണ്ട്. Theological teaching of all religion contain the root of business ethics. The Bible, Gita, Quran contain most of the principles of business ethics. അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് 15 പോയിന്റ് പഠിക്കാനുണ്ട്.
നമ്മളിപ്പോൾ ഏഴാമത്തെ പോയിന്റ് ഞാൻ നമ്പർ ഇട്ടില്ല. അപ്പൊ നമുക്കിപ്പോൾ ഇന്ന് 7 പോയിന്റ്സ് ഞാൻ പഠിപ്പിക്കണുള്ളൂ. മൊത്തം 15 പോയിന്റ്സ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഇതിൽ ഉണ്ടാവില്ല സ്പേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 7 പോയിന്റേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ 7 പോയിന്റ്സ് നന്നായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കുക. അപ്പൊ എത്രയും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന എംപ്ലോയീസ് ഉണ്ടായാൽ മാത്രമേ, മാത്രമല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എംപ്ലോയീസിനോട് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാരെ, ചുറ്റുപാടുള്ള ആൾക്കാരെ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ, ഹാപ്പിയസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ഫേമിന് മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇനി ഒരു 15 പോയിന്റിൽ 7 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 8 പോയിന്റ്സും കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.